ഇന്നലെ സ്ഫോടനം നടന്ന RMP നേതാവ് KS ഹരിഹരൻ്റെ വസതിയിലാണ് നമ്മളുള്ളത്. അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. പോലീസ് എന്താണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പറയുന്നത്? DYFI CPIM പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ FIR ഇട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും DYFIയുടെയും CPIMൻ്റെയും പ്രവർത്തകരാണ് ഈ ആക്രമണത്തിൽ പിറകിൽ. കാരണം ഇവിടെ മറ്റ് ശത്രുക്കളൊന്നുമില്ല. ഇന്നലെ അവരുടെ പ്രകടനം ഉണ്ടായിരുന്നു വൈകുന്നേരം. അതിൽ വിളിച്ച മുദ്രാവാക്യങ്ങളൊക്കെ എനിക്കെതിരെയാണ്. ഞാനൊരു ചട്ടമ്പിയാണ്, കൈകാര്യം ചെയ്യുന്ന പറഞ്ഞിട്ടാണ് പതിവ് രീതിയിലാണ്. അതിന് ശേഷമാണ് ഒരു 8:15 മണിക്ക് ഇവിടെ 2 പേര് ബൈക്കിൽ വന്നിട്ട് ബോംബ് എറിയുന്നത്. അത് മതിൽ തട്ടി മതിലിൻ്റെ ഒരു ഭാഗം തകർത്ത് ആണ് തീരുന്നത്. 8:30 പോലീസ് വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. അപ്പോൾ തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ചില സൂചനകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ബോംബ് സ്ഫോടനമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവത്തിൽ അത് യഥാർത്ഥത്തിൽ UAP ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ആവശ്യമുള്ളൊരു സംഗതിയാണ്. ആ ഗൗരവത്തിൽ പോലീസ് കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. 3 പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്താണ് സൂചന? അവർ കണ്ടാലറിയാവുന്ന 3 പേരെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനീ പരാമർശിച്ച വ്യക്തികളോട് പരസ്യമായി തന്നെ മാപ്പ് ചോദിച്ചു. എൻ്റെ ഭാഗത്തുള്ള രാഷ്ട്രീയമായ പെശകാണെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും ഇന്നലെ പി മോഹനൻ പറഞ്ഞത് ഇത് അങ്ങനെയൊന്നും തീരില്ല, മാപ്പ് പറഞ്ഞാലൊന്നും തീരില്ല എന്നാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇവിടെ ബോംബ് കയറുക. നിങ്ങൾ മാപ്പ് പറഞ്ഞ് അങ്ങനെ അവസാനിപ്പിക്കേണ്ട, ഞങ്ങൾ ബോംബ് പറഞ്ഞ് തീർക്കാം എന്നാണ് പി മോഹൻ്റെ സന്ദേശം. അണികളെ നടപ്പാക്കുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ അതേ പ്രസംഗത്തിലെ ഈ പൗരത്വ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വേദിയിൽ നിന്ന് നമസ്കാരം നടത്തിയ ഒരു വിഷയം കൂടെ പരാമർശിക്കുകയുണ്ടായി. അതിനെയും അത്തരത്തിലാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. അത് ഒരു കാര്യം ഞാൻ പറയുന്നത്, ആ വേദി LDFൻ്റെ CAA വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമാണ്, റാലിയാണ്. LDFിൽ എല്ലാ കക്ഷിയുടെ ആളുകളുണ്ട്. ഞാനതിൽ ഉന്നയിച്ച ഒരു പ്രശ്നം, ഒരു മതവിശ്വാസിക്ക് അവിടെ നിസ്കരിക്കണം തോന്നുകയാണെങ്കിൽ സ്റ്റേജിൽ ഈ പരിപാടി നടക്കുമ്പോൾ നിസ്കരിക്കേണ്ട കാര്യമില്ല. നിസ്കരിക്കണമെങ്കിൽ പള്ളിയിൽ പോവാം, ഇത് കഴിഞ്ഞ് നിസ്കരിക്കാം. ഈ മൗലവി അല്ലാതെ അവിടെ അഹമ്മദ് ദേവർ പോലുള്ള ആളുകളുണ്ട്, ഇളമരം കരീമുണ്ട്, അവരാരും നിസ്കരിച്ചില്ല. നിസ്കരിക്കുന്ന സമയത്ത് ഈ മൈക്ക് ഓഫാക്കി കൊടുക്കാനുള്ള മര്യാദ അവർ കാണിച്ചില്ല. ഇത് മതപരമായിട്ട് നമ്മൾ നിസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ആ മൈക്ക് അവർക്കൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഓഫാക്കാം, പരിപാടി നിർത്തി വയ്ക്കാം, അദ്ദേഹം നിസ്കരിക്കട്ടെ എന്ന് പറയാം. ഒരു മതനിരപേക്ഷ പ്ലാറ്റ്ഫോമിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള മതാചാരം കൊണ്ടുവരുന്നത് തെറ്റാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഒപ്പം തന്നെ അവർ പ്രചരിപ്പിക്കുന്ന ഒരു പ്രധാന അല്ലെങ്കിൽ ഇടത് ക്യാമ്പയിൻ എന്താണെന്ന് വെച്ചാൽ ഒരു RSS പോലും മടിക്കുന്ന പ്രചാരണമാണ് എന്നുള്ളതാണ്. അത് RSS മടിക്കുന്ന പ്രചാരണമല്ല, അത് നേരെ തിരിച്ച് നിങ്ങൾ ആലോചിക്കുക. അവിടെ ഒരാൾക്ക് സന്ധ്യയ്ക്ക് പൂജ നടത്തണം, ആ വേദിയിൽ പൂജയിൽ താല്പര്യമുള്ള ആളുണ്ട്, സന്ധ്യയ്ക്ക് അയാൾക്ക് പൂജ നടത്തണം. അയാൾ ഈ സ്റ്റേജിൽ കയറി വന്നിട്ട് ഒരു നിലവിളക്ക് കൊണ്ടുവന്ന് പൂജ നടത്തിയാൽ അതിനെ കാണാൻ അനുവദിക്കുമോ? ഒരു സെക്കുലർ പ്ലാറ്റ്ഫോമിൽ അത് സാധ്യമല്ല. അത് മുസ്ലിം ലീഗുകാർ പോലും ചെയ്യാറില്ല. മുസ്ലിം ലീഗുകാർ നിസ്കാരത്തിൻ്റെ സമയത്ത് അവരുടെ പരിപാടി നിർത്തി വയ്ക്കുകയാണ് ചെയ്യുക. അല്ലാതെ ആ സ്റ്റേജിൽ നിസ്കരിക്കുന്നത് ഞാനിതുവരെ കേട്ടിട്ടില്ല. ഇത് മുസ്ലിം മനസ്സ് പിടിച്ചെടുക്കാൻ ഇതിലൂടെ കഴിയുന്നുള്ളൊരു, അങ്ങനെ കഴിയില്ല. നിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ, കേരളത്തിലെ മുസ്ലിങ്ങളെ കൂടെ നിർത്തണമെങ്കിൽ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവർ ഇന്ത്യയിലെ ഫാഷിസ്റ്റുകളിൽ നേരിടുന്ന ഭീഷണി ചെറുക്കാനുള്ള മതനിരപേക്ഷ ചേരി വളർത്തിയെടുത്തേ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ ചൊട്ടുവിദ്യ കൊണ്ട് പറ്റില്ല. ഒരു നിസ്കാരം കൊണ്ടൊന്നും മുസ്ലിങ്ങളെ പിടിക്കാൻ പറ്റില്ല. ഈ പുരോഗമന പ്രസ്ഥാനം എന്നുള്ള രൂപത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആളുകൾ ഇടതുപക്ഷത്തെ നോക്കിക്കാണുന്നത്. അത്തരമൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എന്തായാലും പറഞ്ഞുപോയി, അതിന് മാപ്പ് ചോദിക്കുകയും ചെയ്തു. പക്ഷേ അതുണ്ടാക്കിയൊരു ഡാമേജ് അത് എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് തിരിച്ചറിയുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിൽ എൻ്റെ രാഷ്ട്രീയമായിട്ട് എനിക്ക് വന്ന പെശക് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. രാഷ്ട്രീയമായി വന്ന പെശകെന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരു തുല്യതയായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നമ്മൾ പുരുഷന്മാർ പലപ്പോഴും ഒരു പുരുഷാധിപത്യപരമായിട്ടാണ് കാണുന്നതിനെ. പുരുഷാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്നുള്ളതിലേക്ക് നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ ബോധമുണ്ട്. പലപ്പോഴും നമ്മളത് മറച്ചു വയ്ക്കുകയോ അതൊന്ന് മറികടക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. ചിലപ്പോൾ അത് മറച്ചു വെച്ചാലും പുറത്ത് ചാടും. എൻ്റെ ഉള്ളിൽ മറച്ചു വെച്ച ഒരു കാര്യം പുറത്ത് ചാടി എന്നുള്ള സത്യസന്ധമായിട്ട് ഞാനത് തുറന്നു പറയുകയാണ്. അതിനുള്ള മറുമരുന്ന് നമ്മളത് തിരിച്ചറിയുകയും നമ്മളത് തിരുത്താൻ ശ്രമിക്കുകയാണ്. നമ്മളതൊന്ന് മറികടക്കാൻ ശ്രമിക്കുകയാണ്. തിരുത്തണം, നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, തെറ്റുപറ്റിയാൽ തിരുത്താനേ കഴിയുള്ളൂ. അത് തിരുത്തണം, പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ നോക്കണം. അതാണ് ഞാൻ ചെയ്യുന്നത്. വേറെ ആരും ചെയ്തിട്ടില്ല. അവരും ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് അങ്ങനെയാണ് കാര്യങ്ങൾ വരേണ്ടത്. PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ ഒരു സർവകക്ഷി യോഗത്തിൻ്റെ സാധ്യത പറയുകയും P മോഹനൻ അതിന് അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹത്തെ ബന്ധപ്പെടുകയും ചെയ്തു എന്നൊക്കെ ഇന്ന് പറയുകയുണ്ടായി. അതൊരു പോസിറ്റീവായിട്ടാണോ കാണുന്നത്? RMP ഒപ്പം തന്നെ കോൺഗ്രസും കൂടെയാണ് ഇതിനകത്ത് നിലപാടെടുക്കേണ്ടത്.
അല്ല, ഒരു സർവകക്ഷി യോഗം വരുമ്പോൾ ജില്ലാ കളക്ടറായിരിക്കുമല്ലോ വിളിക്കുക, എല്ലാവരും പങ്കെടുക്കും. പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെയാണ് ഈ വടകരയിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ CPM-കാർ ആക്രമിച്ചത്. RSS-കാർ പോലും ഉപയോഗിക്കാത്ത രീതിയിലാണ് മുസ്ലിം ലീഗിനെ, മുസ്ലിങ്ങളെ പൊതുവിൽ അവരാക്രമിച്ചത്. അതിൻ്റെ മുറിവുണക്കാൻ ഒരു സർവകക്ഷി യോഗം കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ, പൊതുപ്രസംഗങ്ങൾ, വീടുകളിൽ നടത്തിയ ക്യാമ്പയിനുകളൊക്കെ മുസ്ലിങ്ങളെ ഒറ്റ തിരിച്ച് ആക്രമിക്കുന്ന രീതിയിലായിരുന്നു. അത് സർവകക്ഷി യോഗം കൊണ്ട് അതിൻ്റെ മുറിവുണങ്ങിയാൽ നല്ലത്. പക്ഷെ അത് മാത്രം മതിയാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ജനങ്ങൾക്കിടയിലുള്ളൊരു സൗഹൃദം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. RMP അനുകൂലമാണ് സർവകക്ഷി യോഗത്തിന് UDF-ഉം? തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു MLA ഒക്കെ ഉള്ളൊരു പാർട്ടി എന്നുള്ളതാക്കി ജില്ലാ കളക്ടർ വിളിക്കുന്ന യോഗത്തിൽ നിന്ന് മാറിയേക്കേണ്ട കാര്യമില്ല.